ഹായ് കൂട്ടുകാരെ, ഞാൻ മേഴ്സി മാത്യു. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 29 അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. കാരണം എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കെല്ലാം കപ്പ ബിരിയാണി ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ഗീ റൈസ് ഉണ്ടാക്കാം, പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നും ചിക്കൻ ആയതുകൊണ്ട് ഒന്നൊന്ന് ഐറ്റം മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ബീഫ് കറി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കപ്പ ബിരിയാണി. ഞാനിപ്പോൾ ഇവിടെ സമയം 9:30 ഞാനിത് ഒരു 8:30 ആയപ്പോൾ തുടങ്ങിയതാണ് ഉണ്ടാക്കാനായിട്ട്. 1 മണിക്കൂർ എടുത്തു കപ്പയും ഇതൊക്കെ ആക്കാനായിട്ട്. പച്ചക്കപ്പയ്ക്കകത്താണ് ഞാൻ ഈ എല്ലിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പോത്തിൻ്റെ എല്ലാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പള്ളി കഴിഞ്ഞ് വന്നപ്പം മലയാളിക്കടയിൽ പോയി വാങ്ങിച്ച എല്ലാണ്. അപ്പം ഇതാണ് എൻ്റെ കപ്പ ബിരിയാണി. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത് കഴിക്കാനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കപ്പ ബിരിയാണി ഒത്തിരി നല്ലതാണ്, നല്ല ടേസ്റ്റുള്ളൊരു സാധനം. അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമാണ്. പിന്നെ ഉണ്ടാക്കാനായിട്ട് 1 മണിക്കൂർ ചിലവാകുന്നേ ഉള്ളൂ. നമ്മൾ 2 അടുപ്പിലായിട്ട് എല്ലും ഒരടുപ്പേ കപ്പയും വെക്കുന്നു. അത് രണ്ടും വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നു. പിന്നെ ഞാൻ കുക്കറിലോട്ടാണ് അടിക്കുന്നത്. ഒരു 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം ഞാൻ അടുപ്പിക്കും. കാരണം എല്ല് നല്ലപോലെ വെന്താലാണല്ലോ നമുക്ക് അതിൻ്റെ ഇറച്ചിയൊക്കെ വിട്ട് കിട്ടണം, എന്നാലും നമുക്ക് കടിക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആ മജ്ജയും അതിൻ്റെ കാൽസ്യവും ഒക്കെ നമുക്കറിയാമല്ലോ. ഒത്തിരി ബോൺമാരൊക്കെയകത്ത് നമുക്ക് ഒത്തിരി വൈറ്റമിൻസും കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ എല്ലൊക്കെ വേകണം. അപ്പോൾ എന്നാലേ കപ്പയ്ക്കും ടേസ്റ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പെരുംജീരകവും ഏലക്കായും ഒക്കെ ഞാൻ കപ്പയുടെ അരച്ചതിൻ്റെ കൂടെ അരച്ചു. അപ്പം നമുക്ക് നല്ലൊരു മസാലയുടെ ടേസ്റ്റും കിട്ടും. അപ്പം ഇതിൻ്റെ വീഡിയോ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ തുടക്കം തൊട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പുറകെ ഇടുന്നതായിരിക്കും. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പം ഇതാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കപ്പ ബിരിയാണി. അപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ഈ ഒരു പരുവത്തിനാണ് കപ്പ ബിരിയാണി ഇരിക്കേണ്ടത്. ഒത്തിരി ലൂസാകാൻ പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആകാനും പാടില്ല. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ലൂസ് ആയിട്ടായിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ദഹിക്കാനൊക്കെ എളുപ്പമാണ്. ഒത്തിരി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം ഹെവി ഫുഡാണല്ലോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.